Good morning, children. Welcome back to our English class. Today we are doing the continuation of our third chapter, Oliver Twist. Did you read the lesson? What was the story? എല്ലാവരും ടെസ്റ്റൊക്കെ വായിച്ചോ? എന്തായിരുന്നു സ്റ്റോറി? ഹു റോട്ട് ദ നോവൽ ഒളിവർ ട്വിസ്റ്റ്? ആരാണ് ഒളിവർ ട്വിസ്റ്റ് എന്ന് പറയുന്ന നോവൽ എഴുതിയത്? ചാൾസ് ഡിക്കൻസ് അല്ലേ? ചാൾസ് ഡിക്കൻസിൻ്റെ ഒളിവർ ട്വിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിലെ ഒരു കുറച്ച് ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആരായിരുന്നു ഒളിവർ ട്വിസ്റ്റ്? അദ്ദേഹം ഒരു ഓർഫനായിരുന്നു അല്ലേ? അച്ഛനും അമ്മയും മരിച്ചുപോയി. ഒരു ഓർഫനേജിലാണ് അദ്ദേഹം വളർന്നത്. ഇപ്പോൾ വളരെ കുഞ്ഞുനാളിലെ അമ്മ മരിച്ചു. പിന്നീട് ഓർഫനേജിലുള്ളവരും പിന്നീട് ഒരു പാരിഷ് അണ്ടർടേക്കർ ഇവരെല്ലാം ഒളിവർ ട്വിസ്റ്റിനെ ഇട്ട് കഷ്ടപ്പെടുത്തി അല്ലേ? പിന്നീട് അദ്ദേഹം അവിടുന്ന് ഓടുകയാണ്, ഒളിച്ചോടിപ്പോയി. എവിടേക്ക് പോവുകയാണ്? ലണ്ടനിലേക്ക് പോവുകയാണ് അല്ലേ? അപ്പോൾ ലണ്ടനിൽ ചെന്നിട്ട് ഒരു ഫ്രണ്ടിനെ കണ്ടു അവിടെ വെച്ച്. നമ്മൾ അവിടം വരെയാണ് പഠിച്ചത്. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് പേജ് നമ്പർ 20. ഇപ്പോൾ ഒരു ഫ്രണ്ടിനെ അവിടെ വെച്ച് കണ്ടു. ഫ്രണ്ടിൻ്റെ പേരെന്തായിരുന്നു? ആർട്ട്ഫുൾ ഡോഡ്ജർ എന്നാണ് എല്ലാവരും അദ്ദേഹത്തെ വിളിക്കുന്നത് അല്ലേ? അദ്ദേഹത്തെ ജാക്സൺ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ജാക്ക് ഡോക്കിൻസ്. അപ്പോൾ ജാക്ക് ഡോക്കിൻസിനെ കണ്ടിട്ട് അദ്ദേഹം ആ രാത്രിയിൽ തങ്ങാനായിട്ട് ഒരു പ്ലേസിൽ കൊണ്ടുപോവുകയാണ്. ഓക്കെ, that night the Dodger took Oliver to a filthy London neighborhood അല്ലേ? വളരെ ഫിൽത്തി മീനിങ് എന്താ? നോട്ട് ക്ലീൻ അല്ലേ? വളരെ അൺക്ലീനായ ഒരു സ്ഥലത്തേക്ക് ലണ്ടനിൽ കൊണ്ടുപോകുന്നു. അറ്റ് എ റൂയിൻഡ് ഹൗസ്, വളരെ ഒരു ചീത്തയായൊരു വീട്, പഴയ എന്തോ ഒരു വീടാണ്. എ റൂയിൻഡ് ഹൗസ്. The Dodger called out a password and a man allowed to them to enter. Silk handkerchiefs hung everywhere in the room. But that night the Dodger took Oliver to a filthy London neighborhood. അല്ലേ? ഒരു ലണ്ടൻ്റെ അടുത്തുള്ള ഒരു വളരെ അൺക്ലീനായ സ്ഥലം. ഫിൽത്തി അൺക്ലീൻ നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. എവിടെയാണെങ്കിലും റൂയിൻഡ് ഹൗസ്, വളരെ ഒത്തിരി പഴകിയ ഒരു വീടുണ്ടായിരുന്നു, നശിച്ചു കിടക്കുന്ന ഒരു വീട്. അറ്റ് എ റൂയിൻഡ് ഹൗസ് ദ ഡോഡ്ജർ കാൾഡ് ഔട്ട് എ പാസ്വേഡ്. ഡോഡ്ജർ അവിടെ ചെന്നിട്ട് ഒരു പാസ്വേഡ് പറഞ്ഞു. ആൻഡ് എ മാൻ അലൗഡ് ദം ടു എൻ്റർ. അപ്പോൾ ഒരാൾ വന്ന് ഇവരെ അകത്തോട്ട് കയറാനായിട്ട് സമ്മതിച്ചു. എന്തോ ഒരു പാസ്വേഡ്, എന്താ പറയത്തില്ലേ, വേറെ ആൾക്ക് മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ അല്ലേ? സിൽക്ക് ഹാൻകർച്ചീഫ്സ് ഹാങ് എവരി വെയർ ഇൻ ദ റൂം. ആ റൂമിനകത്ത് എല്ലായിടും എന്താണ്? സിൽക്ക് ഹാൻകർച്ചീഫ് കാണാൻ പറ്റും. പിക്ചറിൽ കാണാൻ പറ്റും. ആ വീട് നിറച്ചും സിൽക്ക് ഹാൻകർച്ചീഫ്സ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു. ഓക്കെ, എ മാൻ ഓഫ് റിപ്പൾസീവ് face was there. He was called Fagin. The Dodger said aloud, "This is him, Fagin, my friend, Oliver Twist." A man of repulsive face was there. ഒരു മനുഷ്യൻ, അയാളുടെ ഫേസ് കണ്ടാൽ തോന്നുന്നു അയാൾക്ക് ആരെയും ഇഷ്ടമല്ല, ഒരു മറ്റുള്ളവരൊന്നും ഇഷ്ടപ്പെടാത്തതാണെന്നുള്ളൊരു ഫേസുള്ള ഒരാളവിടെ ഇരിക്കുന്നു. ഹി വാസ് കാൾഡ് ഫാജിൻ. അയാളുടെ പേരെന്താണ്? ഫാജിൻ എന്നായിരുന്നു പേര്. ദ ഡോഡ്ജർ സെഡ് അലൗഡ്. ഡോഡ്ജർ ഉറക്കെ പറയുകയാണ്, ദിസ് ഈസ് ഹിം, ഫാഗിൻ, മൈ ഫ്രണ്ട് ഒളിവർ ട്വിസ്റ്റ്. ഇതാണ് എൻ്റെ ഫ്രണ്ട് ഒളിവർ ട്വിസ്റ്റ്. ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയാണ്. ദ മാൻ ഗ്രിൻഡ്. അദ്ദേഹം ലാഫ് വൈഡ്ലി എന്നാണ്, ഇങ്ങനെ ചിരിക്കുക, ഒരു ക്രൂരൻ്റെ കണക്കുള്ള ചിരി, അങ്ങനെ ചിരിക്കുകയാണ്. വി ആർ വെരി ഗ്ലാഡ് ടു സീ യു ഒളിവർ. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം നിന്നെ കാണാൻ പറ്റിയതിൽ അല്ലേ? വി ആർ വെരി ഗ്ലാഡ് ടു സീ യു. ഭയങ്കര സന്തോഷമുണ്ട് നിന്നെ കണ്ടതിൽ എന്ന് പറയാണ്. ദർ ആർ മെനി ബോയ്സ് ഹാവിങ് ഡിന്നർ ഔട്ട് ഓഫ് ഓൾവർ ടുക്ക് എ ഷെയർ ഓഫ് ദി ഡിന്നർ ആൻഡ് സാങ്ക് ഇൻ ടു ഡീപ്പ് സ്ലീപ്പ്. ദർ വാസ് മെനി ബോയ്സ് ഹാവിങ് ഡിന്നർ. അവിടെ ഒരുപാട് ആൺകുട്ടികളുണ്ടായിരുന്നു ഡിന്നർ കഴിക്കാനായിട്ട്. ഒരുപാട് ആൺകുട്ടികൾ വന്നു ഡിന്നറൊക്കെ കഴിച്ചു. ഡിന്നർ വെച്ചാൽ ഇമ്പോർട്ടൻറ്റ് മീൽ ഓഫ് ദ ഡേ എന്നാണ് മീനിങ്. ഡിന്നർ, ഒരു ദിവസത്തെ പ്രധാന ഭക്ഷണത്തിനാണ് ഡിന്നർ എന്ന് പറയുക. ഒളിവർ ടുക്ക് എ ഷെയർ ഓഫ് ദി ഡിന്നർ. ഒളിവർ ആ ഡിന്നറിൻ്റെ ഒരു ഷെയർ എടുത്തു, കുറച്ച് ഭാഗം അവൻ എടുത്തു. ആൻഡ് സാങ് ഇൻ ടു ഡീപ്പ് സ്ലീപ്പ്. അത് കഴിച്ചിട്ട് അവൻ ഭയങ്കരമായ ഉറക്കത്തിലേക്ക് പോയി അല്ലേ? ദിവസങ്ങളായിട്ട് അവൻ ഭക്ഷണവും കഴിക്കാതെ കിടക്കാൻ ഒരു സ്ഥലം പോലും ഇല്ലാതെ ഇങ്ങനെ കറങ്ങി കിടക്കുകയായിരുന്നു. ഒളിവർ ടുക്ക് എ ഷെയർ ഓഫ് ദി ഡിന്നർ ആൻഡ് സാങ് ഇൻ ടു ഡീപ്പ് സ്ലീപ്പ്. ഭയങ്കരമായ ഉറക്കത്തിലേക്ക് പോയി. നെക്സ്റ്റ് മോർണിംഗ് വെൻ ദ ബ്രേക്ക്ഫാസ്റ്റ് വാസ് ക്ലിയർഡ് അവേ, ഫാജിൻ, ദ ഡോഡ്ജർ ആൻഡ് അനദർ ബോയ് നെയ്മഡ് ചാർലി ബേറ്റ്സ് പ്ലേഡ് എ വെരി ക്യൂരിയസ് ഗെയിം. ഞാൻ അടുത്ത ദിവസമാണെങ്കിൽ വെൻ ദ ബ്രേക്ക്ഫാസ്റ്റ് വാസ് ക്ലിയർഡ് അവേ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് എന്താണ് ഫാജിനും ദ ഡോഡ്ജർ ആൻഡ് അനദർ ബോയ് നെയ്മഡ് ചാർലി ബേറ്റ്സ് പ്ലേഡ് എ വെരി ക്യൂരിയസ് ഗെയിം. ഫാജിനും ദ ഡോഡ്ജർ അല്ലേ
ഒരു ആളുടെ പേരാണ്. അനദർ ബോയ്, മറ്റൊരു കുട്ടിയും കൂടെ, പേര് ചാർലി ബേറ്റ്സ്. ഇവരെല്ലാവരും കൂടി ഒരു ഗെയിം കളിച്ചു. വെരി ക്യൂരിയസ് ഗെയിം, വളരെ നമുക്ക് ജിജ്ഞാസയോടെ നമ്മൾ നോക്കിയിരിക്കുന്ന, വളരെ കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന ഒരു ഗെയിം കളിച്ചു. ആരൊക്കെയാണ്? ഫാജിൻ, ദ ഡോഡ്ജർ ആൻഡ് എ ബോയ് നെയ്മഡ് ചാൾസ് ബേറ്റ്സ്, അല്ലേ? അപ്പോൾ ഇവരെല്ലാവരും കൂടെ എന്തോ കളിക്കുകയാണ്. ഫാജിൻ പ്ലേസിങ് എ സ്നഫ് ബോക്സ് ഇൻ വൺ പോക്കറ്റ് of his trousers, a notebook on the other, and a watch in his waistcoat, and sticking a mock diamond pin in his shirt, and a spectacle case and handkerchiefs in his coat pocket, trotted up and down the room in imitation of the manner in which old gentlemen walk about the streets, while the Dodger and Charlie Bates had to get all these things out of his pockets without being observed. It was so very funny that Oliver laughed till the tears ran down his face. Okay, Fagin placing a snuff box in one pocket of his trousers, അദ്ദേഹത്തിൻ്റെ ട്രൗസറിൻ്റെ ഒരു പോക്കറ്റിൽ ഒരു സ്നഫ് ബോക്സ് ഇട്ടു. എന്നിട്ടാണെങ്കിൽ ഒരു നോട്ട്ബുക്ക് ഇൻ ദ അതർ, കയ്യിൽ മറ്റൊരു നോട്ട്ബുക്കും അടുത്ത കയ്യിൽ, ആൻഡ് എ വാച്ച് ഇൻ ഹിസ് വേസ്റ്റ് കോട്ട്, അതൊരു കോട്ടിൻ്റെ പോക്കറ്റിൽ ഒരു വാച്ച്, പിന്നെ സ്റ്റിക്കിംഗ് മോക്ക് ഡയമണ്ട് പിൻ ഇൻ ഹിസ് ഷർട്ടിൽ ഒരു ഡയമണ്ട് പിൻ, സ്പെക്ടക്കിൾ കേസ് ആൻഡ് ഹാൻഡ്കർച്ചീഫ്സ് ഇൻ ഹിസ് കോട്ട് പോക്കറ്റ്, കോട്ടിൻ്റെ പോക്കറ്റിൽ സ്പെക്ടക്കിൾസും കണ്ണടയും ഹാൻഡ്കർച്ചീഫ് എല്ലാം കൂടി ഇട്ടു. ട്രോട്ടഡ് അപ്പ് ഡൗൺ ദ റൂം ഇൻ ഇമിറ്റേഷൻ ഓഫ് ദ മാനർ ഇൻ വിച്ച് ഓൾഡ് ജെന്റിൽമാൻ വാക്ക് അബൌട്ട് ദ സ്ട്രീറ്റ്സ്. അപ്പോൾ എന്നിട്ട് ട്രോട്ടഡ് അപ്പ് ആൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ് ഇന്ന റൂമിൽ. ഇനി ഒരു ഓൾഡ് ജെന്റിൽമാൻ നടക്കുന്ന പോലെ, ഒരു ഓൾഡ് ജെന്റിൽമാൻ നടക്കുന്ന കണക്ക് അയാളിങ്ങനെ നടക്കുകയാണ്. ഇപ്പോൾ പോക്കറ്റിൽ എന്തൊക്കെ ഉണ്ട്? സ്റ്റഫ് ബോക്സ് ഉണ്ട്, നോട്ട്ബുക്ക് ഉണ്ട്, അല്ലേ? പിന്നെ വേസ്റ്റ് കോട്ടിൽ, ആ കോട്ടിലാണെങ്കിൽ എന്തൊക്കെയുണ്ട്? സ്റ്റിക്കിങ് ഡയമണ്ട് പിൻ ഇൻ ഹിസ് ഷർട്ടിലൊരു ഡയമണ്ട് പിന്നും സ്പെക്ടക്കിളും ഹാൻഡ് കർച്ചീഫ്സും ഒക്കെ ഉണ്ട് പോക്കറ്റിൽ. അതാണ് ഒരുപാട് സാധനങ്ങൾ ആ പോക്കറ്റിൽ കിടക്കുകയാണ്. എന്നിട്ട് അയാൾ ജെന്റിൽമാൻ നടക്കുന്നതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ബട്ട് ഡോജർ ആൻഡ് ചാർലി ഹാഡ് ടു ഗെറ്റ് ആൾ ദീസ് തിങ്സ് ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ്സ് വിത്തൗട്ട് ബീങ് ഒബ്സർവ്ഡ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പം ഈ ഓൾഡ് ജെന്റിൽമാൻ ഇങ്ങനെ നടക്കുമ്പോൾ ഡോഡ്ജറും ചാർലി ബേസും ഈ സാധനങ്ങളെല്ലാം അയാളുടെ പോക്കറ്റിൽ നിന്ന് എടുക്കണം, അല്ലേ? എന്നുവെച്ചാൽ മോഷ്ടിച്ച് മാറ്റണം, ഇയാൾ അറിയുകയും ചെയ്യരുത്. ഇറ്റ് വാസ് സോ വെരി ഫണ്ണി ദാറ്റ് ഒളിവർ ലാഫ്ഡ് ടിൽ ദ ടിയേഴ്സ് റാൻ ഡൗൺ ഹിസ് ഫേസ്. അത് വളരെ ഭയങ്കര ഫണ്ണിയായ തമാശയുള്ളൊരു കളിയായിരുന്നു. അപ്പോൾ ഒളിവർ കിടന്ന് ചിരിച്ചു. ടിൽ ദ ടിയേഴ്സ് റാൻ ഡൗൺ ഹിസ് ഫേസ്, അവൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ കണ്ണുനീര് വരുന്നതാണ്. കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നവരെ ഒളിവർ കിടന്ന് ചിരിച്ചു ഈ കളി കണ്ടിട്ട്. അവർ ഉച്ച കഴിഞ്ഞിട്ട് ഒരു കളി തുടങ്ങിയാണ്. എന്താണ്? ഒരു ഓൾഡ് ജെന്റിൽമാൻ്റെ പോക്കറ്റിൽ ഒത്തിരി സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് അദ്ദേഹം അറിയാതെ ഇങ്ങനെ എടുത്തു മാറ്റുന്നു. അപ്പോൾ ഇവരാരായിരിക്കും? നമുക്ക് നോക്കാം ആരായിരിക്കും ഇവർ. നോക്കേ. എ ഫ്യൂ ഡേയ്സ് ലേറ്റർ ഹി അണ്ടർസ്റ്റുഡ് ദ ഫുൾ മീനിങ് ഓഫ് ദ ഗെയിം. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം, എ ഫ്യൂ എന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, ഹി അണ്ടർസ്റ്റുഡ് ദ ഫുൾ മീനിങ് ഓഫ് ദ ഗെയിം. ആ ഗെയിമിൻ്റെ ഫുൾ മീനിങ് അവന് മനസ്സിലായി. എന്താണ് ഈ ഗെയിം കൊണ്ട് ഇവർ കളിച്ചത്, എന്ത് ഗെയിമാണെന്ന് ഇവർക്ക് ആർക്കാണ്? ഒളിവർ ട്വിസ്റ്റ് മനസ്സിലായി. ദ ഡോഡ്ജർ ആൻഡ് ചാർലി ബേറ്റ്സ് ഹാഡ് ടേക്കൺ ഒളിവർ ഔട്ട്. ഡോഡ്ജറും ചാർലി ബേറ്റ്സും കൂടെ ഒളിവറെ പുറത്തു കൊണ്ടുപോയി. ഒളിവർ out of a walk along the street, and after wandering along they suddenly pulled up at the sight of an old gentleman reading at a bookstall. അപ്പോൾ ഈ ഡോഡ്ജറും ചാർലി ബേറ്റ്സും കൂടെ ഒരു ദിവസം ഒളിവർ ട്വിസ്റ്റിനെ പുറത്തു കൊണ്ടുപോയി, അല്ലേ? ആൻഡ് ആഫ്റ്റർ വാണ്ടറിങ് ഇങ്ങനെ കറങ്ങി നടന്നിട്ട് ദി സഡൻലി പുൾഡ് അപ്പ് അറ്റ് ദ സൈറ്റ് ഓഫ് ആൻ ഓൾഡ് ജെന്റിൽമാൻ റീഡിങ് അറ്റ് എ ബുക്ക് സ്റ്റാൾ. അവർ പെട്ടെന്ന് ഇങ്ങനെ അവിടെ നിന്നു. അപ്പോൾ എന്താണ്? ഒരു ഓൾഡ് ജെന്റിൽമാൻ ആണെങ്കിൽ ഒരു ബുക്ക് സ്റ്റാൾ ഇങ്ങനെ റീഡ് ചെയ്തുകൊണ്ടിരിക്കും, ബുക്ക് സ്റ്റാളിൽ പുസ്തകം റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പിക്ചർ കണ്ട് ഇവർ 3 പേരും കൂടെ അവിടെ നോക്കി നിൽക്കുകയാണ്. കണ്ട ഒരാൾ ജെന്റിൽമാൻ ബുക്ക് വായിക്കുകയാണ്. ഇവർ 3 പേരും അവിടെ അടുത്ത് ചെന്നു. ഓക്കെ ചിൽഡ്രൻ, ദിസ് ഫോർ ടുഡേ. ഈ ലെസൺ നന്നായിട്ട് റീഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.